എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. 10 ഹൈ പ്രോട്ടീൻ വെജ് ഫുഡുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇത് വെജിറ്റേറിയൻകാർക്ക് അഫ്കോഴ്സ് ഒരു സന്തോഷമായിരിക്കും. സെക്കൻഡ്, PCOS ഉള്ളവർക്ക്, വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നോൺ വെജുകാരും വിഷമിക്കേണ്ട, നിങ്ങൾക്കും നോൺ വെജിൻ്റെ കൂടെ അഫ്കോഴ്സ് തീർച്ചയായും എടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്പർ 1 എന്ന് പറയുന്നത് പനീറാണ് കേട്ടോ. പനീർ ഒരു 100 ഗ്രാം പനീർ കഴിച്ചാൽ നമുക്ക് 14 ഗ്രാം പ്രോട്ടീനോളം മീറ്റാവും. നമ്പർ 2 എന്ന് പറയുന്നത് ലെൻറ്റിൽസ് ആൻഡ് പൾസസ്, മീൻസ് പരിപ്പ് വർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും. നമ്മുടെ മസൂർ ദാൽ, മൂൺ ദാൽ, ഇങ്ങനെ പറയുന്ന ദാലുകളുണ്ടല്ലോ, സാമ്പാർ പരിപ്പ്, അത് ഒരുപാട് പരിപ്പ് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ അത്. സെക്കൻഡ് എന്ന് പറയുന്നത് പൾസസ് ഐറ്റംസ്, നമ്മൾ ചെറുപയർ, വൺപയർ, അങ്ങനത്തെ പയർ ഐറ്റംസ് യൂസ് ചെയ്യാറില്ലേ, അത് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ തന്നെയാണ്. നമ്പർ 3 എന്ന് പറയുന്നത് ക്യൂന. നമ്മൾ ഒരു കപ്പ് ക്യൂന കഴിക്കുകയാണെങ്കിൽ 8 ഗ്രാമോളം പ്രോട്ടീൻ മീറ്റാവും. ഇത് അത്രയും അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാ വീടുകളിലും, പക്ഷെ നമുക്ക് ഫെമിലിയർ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഉപ്മാവ് പോലെയൊക്കെ വെച്ച് കഴിക്കാൻ ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. നമ്പർ 4 എന്ന് പറയുന്നത് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ് കേട്ടോ. നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാഷ്യൂ, ബദാം, വാൾനട്ട്, പിസ്ത എക്സെട്ര. സീഡ്സ് എന്ന് പറയുമ്പോൾ പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്സ് എക്സെട്ര. ഇതിലെല്ലാം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്പർ 5 എന്ന് പറയുന്നത് ചിക്പിയാസ് ആണ് കേട്ടോ. ചിക്പീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കടലക്കറി വയ്ക്കുന്ന കടല, വെള്ളക്കടല, കറുത്ത കടല, ഇത് ഒരു കപ്പ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് 15 ഗ്രാം ഓഫ് പ്രോട്ടീൻ മീറ്റാവും. സോ നമുക്ക് അങ്ങനെയായിട്ട് വെറുതെ കടലയായിട്ട് നമുക്ക് പുഴുങ്ങി കഴിക്കാം കേട്ടോ, ഇവിടെ സമയത്ത് സ്നാക്സ് ആയിട്ടൊക്കെ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരാഴ്ചയിൽ 2-3 ദിവസമൊക്കെ കടലക്കറി ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. ഓർമ്മിക്കുക, കടലക്കറി വയ്ക്കുമ്പോൾ തേങ്ങ പാലായിട്ട് ഒരുപാട് എടുത്ത് ഒഴിക്കരുത്, അത് കലോറി കൂടും. ഈ കുറച്ച് ചിക്പി തന്നെ സോക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ സോക്ക് ചെയ്യണോ, അതിനെ തന്നെ അല്പം അരച്ച് ചേർക്കുകയാണെങ്കിൽ ഗ്രേവി കുറച്ചുകൂടി തിക്കായിട്ടിരിക്കും, നമുക്ക് ടേസ്റ്റ് ഭയങ്കര യമ്മി ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ആണ് കേട്ടോ. സോ തൈര്, മോര്, ഇതെല്ലാം നമുക്ക് ഒരു കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. ഏത് സമയത്തും അവൈലബിലിറ്റിയും കൂടുതലായിരിക്കും. നമ്പർ 7 എന്ന് പറയുന്നത് മൾട്ടിഗ്രെയിൻ പൗഡറാണ്. സോ മൾട്ടിഗ്രെയിൻ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡറിനെ പറ്റിയൊന്നല്ല കേട്ടോ പറയുന്നത്. നമുക്ക് തന്നെ ഈ പറയുന്ന പരിപ്പ് വർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും സീഡ്സുകളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി മൾട്ടിഗ്രെയിൻ പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതും ഒരു 100 ഗ്രാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 20 ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് മീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ 100 ഗ്രാം ഒന്നും ഒറ്റയടിക്കല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ഒരു വീക്കായിട്ട് തന്നെ നമുക്ക് ഈ 100 ഗ്രാം കഴിച്ച് തീർത്താലും നമുക്ക് ഒരുപാട് പ്രോട്ടീൻ മാത്രമല്ല കേട്ടോ. ഇതിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പ്രോട്ടീൻ എടുത്ത് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഒരുപാട് മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് മീറ്റ് ആവും. നമ്പർ 8 എന്ന് പറയുന്നത് മഖാന. മഖാന എന്ന് പറയുമ്പോൾ നമുക്ക് സ്നാക്ക് പോലെ വേണമെങ്കിൽ വെറുതെ ഡ്രൈ റോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിലും 100 ഗ്രാം ഓഫ് മഖാന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9 ഗ്രാം ഓഫ് പ്രോട്ടീൻ മീറ്റ് വയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്പർ 9 എന്ന് പറയുന്നത് മഷ്റൂം ആണ് കേട്ടോ. മഷ്റൂം ഒരു ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. ഫോസ്ഫറസ്, അയൺ, ഇതെല്ലാം നമുക്ക് ധാരാളമായിട്ട് കിട്ടും. 100 ഗ്രാം എടുത്ത് ഒരു 3 ഗ്രാം ഓഫ് പ്രോട്ടീൻ നമുക്ക് മീറ്റ് വയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് 10th നമ്മുടെ സൂപ്പർ വെജിറ്റേറിയൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് അഫ്കോഴ്സ് സോയാബീൻ തന്നെയാണ്. ഫാറ്റ്ലെസ് ചിക്കൻ എന്നറിയപ്പെടുന്ന ആൾ. 100 ഗ്രാം ഓഫ് നമ്മൾ സോയാബീൻ കഴിക്കുമ്പോൾ 36 ഗ്രാം ഓഫ് പ്രോട്ടീൻ നമുക്ക് അഫ്കോഴ്സ് മീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓർമ്മിക്കുക, 100 ഗ്രാം ഓഫ് സോയാബീൻ ഒറ്റയടിക്ക് നമുക്ക് കൺസ്യൂം ചെയ്യുന്നത് പോസിബിൾ അല്ല. സോ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് 2 ടൈംസ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ലഞ്ചിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും കറി പോലെ എടുത്തിട്ട് ഡിന്നർ നമുക്ക് സാലഡ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മോർണിംഗ് നേരത്തെ നമ്മൾ കടലക്കറിയൊക്കെ വെക്കുന്ന കാര്യം പറഞ്ഞില്ല, അതുപോലെ തന്നെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ സോയാബീൻ വെച്ചൊക്കെ കറിയായിട്ട് ചെയ്യാം. സോ എങ്ങനെയാണെങ്കിലും ഈ 10 ഐറ്റംസ് നമുക്ക് റെഗുലറായിട്ട് ചെറിയ ക്വാണ്ടിറ്റി വെച്ച്, ഇതെല്ലാം ഒന്നിച്ച് കഴിക്കണമെന്നല്ല കേട്ടോ. ഓരോ ദിവസവും ഇത്രയും പറഞ്ഞ ഈ 10 ഐറ്റംസ് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ തന്നെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ല ഒരു മന്തെങ്കിലും നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ പ്രോട്ടീൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.